നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കുറേ ദിവസമായില്ലേ നമ്മൾ നാരായണീയം എഴുതുന്ന വീഡിയോ ആയിട്ട് കണ്ടിട്ട്. വരാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ വരാതിരുന്നത്. പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. വിഷ്ണുവിന് കുറച്ച് തിരക്ക് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. നാരായണീയം എഴുതുന്നതും അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തിന്റെ കഥയും പറയാൻ പറ്റാതിരുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഫുൾ വീഡിയോയിൽ 2 ദിവസമായിട്ട് ആ കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് മുതൽ നമുക്ക് പഴയതുപോലെ തന്നെ എഴുതി തുടങ്ങാം. ചിലരുടെയൊക്കെ ഇതുപോലെ മുടങ്ങി കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ എഴുതിയിട്ട് ഒപ്പത്തിനൊപ്പം എത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം 100ാമത്തെ ദശകമായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ടുപോയി സമർപ്പിക്കണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് മുടങ്ങിയവരൊക്കെ 1ഉം 2ഉം ദശകങ്ങളൊക്കെ വെച്ചിട്ട് ഒപ്പത്തിനൊപ്പം എത്താനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പൊ 19 ദശകങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് എഴുതാൻ പോകുന്നത് 20ാമത്തെ ദശകമാണ് കേട്ടോ. ഈ ദശകത്തിൽ പറയണത് ഋഷഭയോഗീശ്വര ചരിതമാണ്. ഇത് കഴിഞ്ഞത് നമ്മൾ പ്രചേതസ്സുകളുടെ കഥ വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഋഷഭയോഗീശ്വരനെ കുറിച്ച്, പ്രിയംവദനെ കുറിച്ച്, പിന്നെ ഭരതയോഗീശ്വരനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. പഞ്ചമസ്കന്ധം തുടങ്ങുകയാണ്. അപ്പോൾ വിശദമായിട്ട് ഭാഗവതത്തിൽ പറയുന്ന കഥകൾ വളരെ ചുരുക്കിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അങ്ങനെ പ്രചേതസ്സുകളുടെ ഭരണമൊക്കെ കഴിഞ്ഞു. അവരൊക്കെ കാലം കഴിഞ്ഞപ്പോൾ അതിലൊരു കുട്ടി ഉണ്ടായി, പ്രിയംവദൻ. പക്ഷേ അദ്ദേഹം വേഗം തപസ് ചെയ്യാനായിട്ട് പോയത്. നാരദ മഹർഷിയുടെ ശിഷ്യനൊക്കെ ആയിട്ട് വേഗം തന്നെ തപസ്സിന് പോയി. അപ്പൊ പിന്നെ രാജ്യം ഭരിക്കാനായിട്ട് ആരുമില്ല. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് ബ്രഹ്മാവും സ്വയംഭൂവും മനുവും കൂടെ പോകുകയാണ്. അങ്ങനെ പോയിട്ട് ബ്രഹ്മാവ് ചോദിച്ചു, രാജ്യത്ത് ആരുമില്ല, ഭരണം നടത്താനായിട്ട് തിരികെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രിയമദൻ പറഞ്ഞു, പറ്റില്ല, ഞാൻ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ്, ഞാൻ സന്യാസിയാകാനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് ഒരു സൂത്രം പ്രയോഗിച്ചു. അതായത് ഇപ്പൊ ഇവിടെ സന്യാസിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും മാറിയിട്ട് എല്ലാത്തിനെയും നിയന്ത്രിച്ചിട്ട്, ഇപ്പൊ ആരൊക്കെ മുന്നിൽ വന്ന് നിന്നാലും എന്തൊക്കെ പറഞ്ഞാലും അതിനെയെല്ലാം നിയന്ത്രിക്കുക. അതിനാണല്ലോ സന്യാസം എന്ന് പറയുന്നത്. അങ്ങനെ വികാരങ്ങളെ നിയന്ത്രിച്ച് കഴിയുക. അപ്പൊ അത് കാട്ടിലാണിത്. അപ്പൊ കാട്ടിൽ ആരാ മുന്നിൽ വന്ന് നിൽക്കുക? എന്തിനെ നിയന്ത്രിക്കാനായിട്ടൊന്നുമില്ല, നമ്മൾ കണ്ണടച്ചിരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ധാരാളം പ്രജകള് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാത്രിയിൽ ഉറങ്ങാം. അപ്പൊ ഭഗവാനെ സേവിക്കണം, അവിടെ കർത്തവ്യങ്ങൾ ചെയ്യണം, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ എന്താണ്, ഈ ഉറക്കം ഇല്ലാതാക്കണം, രാത്രിയിൽ ഉറങ്ങുന്നത് ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് തന്നെ പോയി ഈ ഉറക്കം ഇല്ലാതാക്കാൻ. അപ്പൊ ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഒരു രഥം കൊടുത്തു. അപ്പൊ ഈ രഥത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് അതിന് ഒരു ചക്രയേ ഉള്ളൂ. ഇത് എവിടെയാണോ കൊണ്ടുപോയി വെക്കുന്നത് അവിടെ ഇങ്ങനെ പ്രകാശം പരക്കും. അപ്പൊ എന്തായി? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാല് ഇദ്ദേഹം, ഈ രാജാവ്, ഈ രഥവുമായിട്ട് ഇറങ്ങും. എവിടെയാണോ അസ്തമിക്കുന്നത് അവിടത്തേക്ക് ഇറങ്ങും. അങ്ങനെ ഈ നാടെങ്ങും ഭൂമി മൊത്തം സഞ്ചരിക്കുകയാണ് കേട്ടോ ഇദ്ദേഹം. അവിടെയൊന്നും ഈ ഇരുട്ടില്ലാതായി, രാത്രി ഇല്ലാതായി, എല്ലായിടത്തും പകൽ പോലെയാണ് വെളിച്ചം. അപ്പൊ ഈ പ്രജകൾക്കൊക്കെ എന്ത് സംഭവിച്ചു? അവർക്ക് ഉറങ്ങാനായിട്ട് പറ്റണില്ല. രാത്രിയാണെങ്കിലല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അവരിങ്ങനെ ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, അവർക്ക് ക്ഷീണമൊക്കെയായി. അങ്ങനെ ആകെ ബുദ്ധിമുട്ടായി. അപ്പൊ ആ സമയത്ത് ബ്രഹ്മാവ് തന്നെ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി വരികയാണ് രാജാവിന്റെ അടുത്തേക്ക്. അത് എങ്ങനെയായാലും ശരിയാവില്ല, ഇപ്പൊ ഇവർക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ഈ രാത്രിയാണെങ്കിൽ രാത്രിയിൽ മാത്രമേ ഈ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, ചന്ദ്രരശ്മിയൊക്കെ ഇട്ടിട്ട്. ഇതിപ്പോ ചന്ദ്രനെ പ്രകാശിപ്പിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം എപ്പോഴും ഈ പ്രകാശമാക്കി നടന്നിട്ട്. അപ്പൊ അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇദ്ദേഹം 7 തവണ ഭൂമി ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയണത്. അപ്പൊ ഈ രഥത്തിന്റെ ചക്രമൊക്കെ ആഴ്ന്നിറങ്ങിയ സ്ഥലത്ത് അവിടെയൊക്കെ വെള്ളം വന്ന് നിറഞ്ഞിട്ട് അതൊക്കെ സമുദ്രങ്ങളായത്. 7 സമുദ്രങ്ങളും 7 വൻകരകളും ഉണ്ടായെന്നാണ് പറയണത്. അങ്ങനെ ഈ പ്രിയംവദനുണ്ടായ മക്കളൊക്കെ ഓരോ ദ്വീപിന്റെ, അതായത് ഓരോ ഭൂഖണ്ഡങ്ങളുടെയും അധിപന്മാരായിട്ട് മാറി. ആത്മീകൻ എന്ന് പറഞ്ഞിട്ടുള്ള മകനുണ്ടായിരുന്നു, ജംബൂദ്വീപിലായിരുന്നു. അപ്പൊ അവിടെ ഭരണം തുടങ്ങുന്നതിന് മുൻപായിട്ട് അദ്ദേഹം ആദ്യം തപസ് ചെയ്യാനായിട്ട് പോയത്. കാരണം ആദ്യം തപസ് ചെയ്യണം, ആദ്യം ഭഗവാനെ സേവിക്കണം, എന്നിട്ട് വേണം ഭരണം തുടങ്ങാനായിട്ട്. അങ്ങനെ കാട്ടിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു അപ്സരസിനെ കണ്ടു. അത് ബ്രഹ്മാവിന്റെ ലോകത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു അപ്സരസായിരുന്നു. അതിനെ കണ്ടപ്പോൾ അനുരക്തയായി. പിന്നെ കാട്ടിലെ തപസ്സൊക്കെ അവസാനിപ്പിച്ചൊരു വേഗരാജ്യത്തേക്ക് വന്ന് വിവാഹമൊക്കെ കഴിച്ചിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അപ്പൊ നാഭി എന്നു പേരുള്ള ഒരു മകനുണ്ടായി. അപ്പൊ ഇതും വളർന്നിട്ട് രാജാവാകുകയാണ് കേട്ടോ ഈ നാഭിയും.
അങ്ങനെ ഇരിക്കെ ഈ കുട്ടിക്കാണെങ്കിൽ ഇത് വളർന്നു, ഇവർക്ക് മക്കളില്ല. നാഭി എന്ന് പറഞ്ഞ രാജാവിന് മക്കളില്ല. അങ്ങനെ ആ രാജ്യത്തുള്ള എല്ലാവരും ഭഗവാനെ സേവിക്കാനായിട്ട് തുടങ്ങി. മഹർഷിമാരെ എല്ലാവരും കൂടെ ഭഗവാനെ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു മഹർഷിമാരോട് എന്ത് വരാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ മഹർഷിമാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വരവൊന്നും ആവശ്യമില്ലല്ലോ, അവർ ഭഗവാനെ സേവിക്കൽ മാത്രമായിട്ട് കഴിയുന്നവരാ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വരവൊന്നും വേണ്ട, പക്ഷെ ഞങ്ങളുടെ രാജാവിന് മക്കളില്ല, അപ്പൊ രാജാവിന് ഒരു മകൻ ഉണ്ടാകണം, അത് അങ്ങേ പോലെ തന്നെയുള്ള മകനായിരിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭഗവാൻ മനസ്സിലായി, സൂത്രത്തിൽ പറഞ്ഞതാണേ. കാരണം തന്നെ പോലെയുള്ളത് താൻ മാത്രമാണ്. അതുവരെ നൈസായിട്ട് ഇങ്ങനെ പറയാന്ന് പറഞ്ഞു, സൂത്രത്തിൽ ഒന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഒരു വരമായിട്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു ശരി, എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പൊ ഞാൻ തന്നെ നാഭി മഹാരാജാവിനെ മകനായിട്ട് അവതരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നാഭിക്ക് മകൻ ജനിക്കുകയാണ്, ഋഷഭൻ. ഋഷഭൻ എന്നുള്ള പേരിൽ ഭഗവാൻ അവതരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഋഷഭ മഹാരാജാവ് ഉണ്ടായി. അങ്ങനെ ഋഷഭൻ വലുതായി രാജ്യം ഭരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ രാജ്യത്ത് മൊത്തം സമൃദ്ധിയാണ് കേട്ടോ. ഭഗവാനെ സേവിക്കല് എല്ലാം കൊണ്ടും ഐശ്വര്യം നിറഞ്ഞതായി. അപ്പോൾ സ്വർഗത്തേക്ക് ആരും വരാതെയായി. കാരണം ഇവിടുത്തെ സുഖജീവിതം കാരണേ അവിടേക്കൊന്നും ആരും എത്തണില്ല. എല്ലാവരും കൂടെ ഋഷഭന്റെ രാജ്യത്താണ്. അങ്ങനെ ദേവേന്ദ്രനെ ചെറിയൊരു കുശുമ്പൊക്കെ തുടങ്ങി. തന്നെക്കാളും കേമനോ എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയൊക്കെ സമൃദ്ധിയൊക്കെ കണ്ടപ്പോഴേ, അപ്പൊ താൻ മഴ പെയ്യിക്കുന്നത് കൊണ്ടാണല്ലോ അവിടെ കൃഷിയൊക്കെ നന്നായി വരുന്നത്, അതുകൊണ്ടാണല്ലോ അവർക്ക് സമൃദ്ധി ഉണ്ടാകുന്നതെന്ന് വിചാരിച്ചിട്ട് എന്നാൽ ശരി ആ മഴ പെയ്യിക്കുന്നതൊന്ന് നിർത്താം എന്ന് കരുതിയിട്ട് മഴ നിർത്തിച്ചു. അപ്പൊ മഴയുടെ അളവൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ കർഷകർ, അതായത് പ്രജകളൊക്കെ രാജാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, രാജാവേ ഇങ്ങനെ കുറച്ച് മഴയൊക്കെ കുറവുണ്ട്, അപ്പൊ വിളവൊക്കെ കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ചോദിച്ചു നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്, മഴയല്ലേ, ഏത് സമയത്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇന്ന സമയത്ത്, എത്ര വേണം, എത്ര അളവ് വേണം മഴ എന്ന് പറഞ്ഞു. അപ്പൊ അത്ര അളവ് പറഞ്ഞു കൊടുത്തു. എന്നാ ശരി പെയ്യും, അതേപോലെ പെയ്യിക്കണം. ആ യോഗീശ്വരത്തിന്റെ ആ ഒരു പ്രഭാവം കൊണ്ട് ആ പറഞ്ഞ സമയത്ത് പറഞ്ഞ അളവിൽ കൃത്യമായിട്ട് മഴ പെയ്യിക്കണം. അങ്ങനെ മഴ പെയ്യിച്ചപ്പോൾ എന്തായി, വിളവ് കൂടുകയും ചെയ്യുന്നത്. കാരണം സാധാരണ പോലെ നമുക്ക് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ വിചാരിക്കാത്ത സമയത്ത് മഴ പെയ്യാം പെയ്യാതിരിക്കാം, അങ്ങനത്തെ അവസ്ഥയല്ലല്ലോ. കൃത്യസമയത്താണ് കൃത്യമായ അളവിൽ മഴ ലഭിക്കുന്നത്. അപ്പൊ വിളവ് എന്തായി, മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി. അപ്പൊ ദേവേന്ദ്രന്റെ കാര്യം മനസ്സിലായി, ഇത് സാധാരണ രീതിയിലല്ല, തോൽവി സമ്മതിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലായിട്ട് പിന്നെ സഖ്യത്തിനായിട്ട് ലോഹ്യം കൂടാനായിട്ട് വരികയാണ് ദേവേന്ദ്രൻ രാജാവിന്റെ അടുത്ത്. അപ്പോൾ തൻ്റെ മകളെയും കൂടെ കൊണ്ടുവരികയാണ് കേട്ടോ. ജയന്തി എന്നാണ് മകളുടെ പേര്. കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ മകളെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ്. അപ്പോൾ ശരി സമ്മതിച്ചു, അതിൽ വിരോധമൊന്നുമില്ല, വിവാഹം കഴിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു ഇപ്പം നമ്മൾ ബന്ധുക്കളായില്ലേ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു അതെ, ആ മഴ പെയ്യിക്കുന്ന ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് എനിക്ക് തന്നെ ഒന്ന് നൽകണം കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അതൊരു നാണക്കേടും കൂടിയാണ്. താൻ മഴ പെയ്യിക്കേണ്ടിടത്ത് അതിനേക്കാൾ കേമമായിട്ട് ഒരാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പോൾ ആ മഴ പെയ്യിക്കുന്ന അനുവാദം തിരികെ ദേവേന്ദ്രൻ തന്നെ നൽകി. അങ്ങനെ ജയന്തിയും ഋഷഭ മഹാരാജാവും വിവാഹമൊക്കെ കഴിച്ചു. 100 മക്കളുണ്ടായി അവർക്ക് എന്നാണ് പറയണത്. അതിലെ 9 പേര് സാമന്ത രാജാക്കന്മാരായിട്ട് അറിയപ്പെട്ടു, 9 പേര് നവയോഗികളായി, ബാക്കി 81 പേര് മഹാബ്രാഹ്മണരായിട്ട് മാറി. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾക്കൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കും രാജാവ്. ഇത് ഭഗവാന്റെ കഥകൾ, ഭഗവാനെ കുറിച്ചുള്ള എന്താ പറയുക മഹാത്മ്യങ്ങൾ, ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിലെ മൂത്ത പുത്രനാണ്, ഏറ്റവും മൂത്ത പുത്രനാണ് ഭരതൻ. ഭരതൻ എന്നാണ് പേര്, ഭരത യോഗീശ്വരൻ. അങ്ങനെ ഭരതനായി മൂത്ത പുത്രനാണല്ലോ, ഭരതനെ രാജാവാക്കുകയാണ്. അപ്പോൾ ഈ ഋഷഭ മഹാരാജാവ് പിന്നെ സന്യസിക്കാനായിട്ട്, അതായത് ഭഗവാനെ സേവിക്കാനായിട്ട് തപസ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹമാണെങ്കിലോ തപസ് ചെയ്യേണ്ടി ഇരിക്കാന്നല്ല കേട്ടോ, അദ്ദേഹം ഒന്നും മിണ്ടാതെ വായിൽ ഇങ്ങനെ കല്ല് കടിച്ചു വെച്ചിട്ടാണ് നടക്കുകയാണ്. അതായത് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അവരോട് ആ സമ്പർക്കം വരുള്ളൂ, ഒരു അടുപ്പം വരുള്ളൂ. അപ്പം എല്ലാത്തിൽ നിന്നും മാറിയിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം അവിടെ സഞ്ചരിക്കുന്നത്. മുഷിഞ്ഞ വേഷത്തോട് കൂടിയിട്ട് ഒരു ശ്രദ്ധയുമില്ല, കുളിയും നനയൊന്നും ഇല്ലാതെ, ഒന്നിനെ പറ്റിയും ചിന്തയില്ലാതെ അദ്ദേഹം അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളും കൂടെ കൂടട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നിട്ട് അവരെയൊക്കെ കാട്ടി പായിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തോട്ടോ. അപ്പം അദ്ദേഹം ഈ വന്നവരാണെങ്കിലും ഐശ്വര്യത്തിൻ്റെ ദേവതകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരേനെയൊക്കെ പറഞ്ഞു വിട്ടപ്പോൾ അവരെന്ത് സൂത്രം പ്രയോഗിച്ചു എന്നറിയോ? ഈ രാജാവ് നിൽക്കുന്ന ഭാഗത്ത് ആ രാജാവിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സുഗന്ധം പുറപ്പെടുവിക്കും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഗന്ധം സുഗന്ധം ഉള്ളിടത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ആളുകളൊക്കെ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഇദ്ദേഹമാണെങ്കിലോ ആളുകളൊക്കെ പറഞ്ഞയക്കുക. അപ്പൊ അതിനൊരു പകരമായിട്ട് ചെയ്തതാണ് സുഗന്ധം ശരീരത്തിൽ നിന്ന് ഉണ്ടാകാൻ തുടങ്ങി, ആളുകളൊക്കെ അങ്ങോട്ട് വന്നു തുടങ്ങി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, നാട്ടിൽ നിന്ന് എവിടേക്ക് പോയി, കാട്ടിലേക്ക് പോയി.
കാട്ടിൽ പോയപ്പോഴാണ് അതിനേക്കാൾ പരിതാപകരം. കാരണം അവിടെയുള്ള മൃഗങ്ങളുടെ അവരെല്ലാവരും ഘ്രാണശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞത് നാട്ടിലുള്ളതിനേക്കാൾ വളരെ കുറച്ചും കൂടെ ഒന്ന് കരുത്തുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ സിംഹം, പുലി, കടുവ, ആന എല്ലാവരും ഇദ്ദേഹത്തിന്റെ ആ ഒരു ഗന്ധം അനുഭവിച്ചറിഞ്ഞിട്ട് അടുത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ നാട്ടിലും സ്വൈര്യമില്ല, കാട്ടിലും സ്വൈര്യമില്ല എന്നുള്ള അവസ്ഥയിൽ അദ്ദേഹം പിന്നെയും ഉൾക്കാട്ടിലേക്ക് പോയി. അതിന് കർണാടകയിലെ വനം എന്നാണ് പറയണത്. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു കാട്ടുതീ ഉണ്ടായി. ആ കാട്ടുതീയിലെ ദേഹം ഹോമിക്കുകയാണ് ചെയ്യുന്നത്, ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ അവിടെ പിന്നെയും മൃഗങ്ങൾ ഒക്കെ ഈ ഒരു അഗ്നി ബാധിക്കൂലോ, മരണപ്പെടൂലോ. അപ്പൊ തന്നോടൊപ്പം തന്നെ ആ മൃഗങ്ങൾക്കും മോക്ഷം ലഭിക്കട്ടെ എന്നുള്ള ചിന്തയിലാണ് ആ ജീവൻ ആ ഒരു കാട്ടുതീയിലെ ഇദ്ദേഹം ഉപേക്ഷിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തോടൊപ്പം മരണപ്പെട്ട തീയിലകപ്പെട്ട എല്ലാ മൃഗങ്ങൾക്കും അതോടൊപ്പം മോക്ഷം കിട്ടിയെന്നാണ് പറയണത്. പിന്നെ പറയണത് ഭരതന്റെ കഥയാണ് കേട്ടോ, ഭരത യോഗീശ്വരന്റെ. ഭരതനാണല്ലോ മൂത്തപുത്രൻ രാജാവാക്കിയത്. അപ്പോൾ ഈ കഥ ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഫുൾ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വിശദമാക്കുന്നില്ല, ഒന്നും കൂടെ ഒന്ന് ചുരുക്കിയിട്ട് പറയാം. ഭരതന്റെ കഥയാണ് പറയാൻ പോകുന്നത്. അദ്ദേഹം തപസ്സൊക്കെ അനുഷ്ഠിക്കും. ആദ്യം തന്നെ തപസ് അനുഷ്ഠിക്കണമല്ലോ, എന്നിട്ടാണല്ലോ രാജ്യഭരണമൊക്കെ ചെയ്യാം. അദ്ദേഹം വളരെ നല്ല ഒരു രാജാവും കൂടിയായിരുന്നു കേട്ടോ. സന്ധ്യാവന്ദനത്തിനായിട്ട് പോകുന്ന സമയത്ത് നദിയിൽ ഇങ്ങനെ സ്നാനം ചെയ്തിട്ട് സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോഴാണ് ഒരു മാൻ, അത് ഗർഭിണിയായിട്ടുള്ള മാനായിരുന്നു, അത് മറ്റു മൃഗങ്ങളെ പേടിച്ചിട്ട് നദിക്ക് കുറുകെ എടുത്ത് ചാടുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് അത് പ്രസവിക്കുകയാണ്. പക്ഷെ മാൻ മരിച്ചുപോയി. ഈ കുഞ്ഞ് വെള്ളത്തിൽ ഒഴുകുന്നത് കണ്ടിട്ട് ഇദ്ദേഹം അത് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന് ഒരു സങ്കടം വന്നു. താൻ രാജാവല്ലേ, രക്ഷിക്കേണ്ട ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ മാനിനെ എടുത്തു കൊണ്ടുവന്നു. അതിന് പാലൊക്കെ കൊടുക്കണല്ലോ. അപ്പൊ മറ്റു മാൻകൂട്ടത്തിന്റെ അടുത്തേക്ക് കൊണ്ടാക്കും, അതിന് പാല് കുടിപ്പിക്കും. അങ്ങനെ ഈ മാനിന്റെ കാര്യങ്ങളിൽ മാത്രമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധ. കുളി ദേവാരം ഒന്നുമില്ല, മാൻ 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 എന്ന് മാത്രം. അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിന് മടിയിൽ കൊണ്ടുപോയി അതിന് കുഞ്ചിക്കുക, അതിന് കുളിപ്പിക്കുക, അതിന് ഭക്ഷണം കൊടുക്കുക, ഇത് മാത്രമായി ചിന്ത. അങ്ങനെ എന്തായി, ഇദ്ദേഹം മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് പോലും ഈ മാൻകുട്ടിയാണ്, അത് കുറച്ചൊക്കെ വളർന്നു കേട്ടോ, അതിന് പുല്ലും വെള്ളവും ഒക്കെ ഇദ്ദേഹത്തിന് ഭരത രാജാവിന് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അങ്ങനെ ഈ മാൻ ആരും ഇല്ലല്ലോ, മാൻ 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 എന്നുള്ള സങ്കടത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു മാനായിട്ട് പുനർജനിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഭഗവാനെ സേവിച്ചത് കൊണ്ട് തന്റെ കഴിഞ്ഞ കാലം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അല്ലെങ്കിൽ നേരാവണ്ണം ഭഗവാനെ വിളിച്ചിട്ട് വേണം, ആ ഒരു മരണത്തിന്റെ സമയത്ത് ഭഗവാനെ വിളിക്കണം എന്നാണ് പറയുക, എന്നാലേ മോക്ഷം കിട്ടുള്ളൂ. പക്ഷെ മാനിനെ വിളിച്ചത് കൊണ്ട് മാനായിട്ട് ജനിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്തുകൊണ്ടാണ് മോക്ഷം ലഭിക്കാഞ്ഞത് എന്ന് മനസ്സിലായി. അപ്പൊ എന്തായി, ഇദ്ദേഹം മാനായിട്ട് ജനിച്ചു. എന്നിട്ട് തന്റെ പഴയ സ്ഥലത്തേക്കൊക്കെ പോയി. അപ്പൊ അവിടെ ബാക്കി കൂട്ടുകൂടെ ഉള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ആരാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ താൻ മാനായിട്ടുള്ള വിവരം മറ്റാർക്കും അറിയില്ലല്ലോ. അങ്ങനെ കുറെ കാലം അവിടെ ജീവിച്ചു. ഈ മാൻ എന്തായി, ഈ മാനും മരണപ്പെടുകയാണ്. അങ്ങനെ പിന്നെയും ഒരു ജന്മം കൂടെ ജനിച്ചു. ഒരു ബ്രാഹ്മണന്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള രണ്ടാമത്തെ കുഞ്ഞായിട്ടാണ് ജനിച്ചത്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു. അതിന് കുഞ്ഞായിട്ട് ജനിച്ചു. അതിൻ്റെയും പേര്, അവിടെയും പേര് ഭരതൻ തന്നെയായിരുന്നു. അപ്പൊ ആദ്യത്തെ ഭാര്യയിൽ വേറെയും മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരൊക്കെ കേമന്മാരായിരുന്നു. ഈ കുട്ടിയാണെങ്കിലോ ഇതിന് പിന്നെയും പൂർവ്വജന്മം എങ്ങനെയായിരുന്നു എന്ന് അറിയാം. അതായത് സമ്പർക്കം ഉണ്ടായത് കൊണ്ടാണ് തനിക്ക് ദുഃഖങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി മിണ്ടില്ല എന്ന് ചെറുപ്പത്തിൽ തന്നെ വിചാരിച്ചു. ഈ കുട്ടി ഒന്നും മിണ്ടില്ല, വായ തുറക്കില്ല. അപ്പൊ മാതാപിതാക്കൾ വിചാരിച്ചു ഇത് മിണ്ടാൻ പറ്റാത്ത കുട്ടിയാണെന്ന്, അതായത് ഊമയാണെന്ന് വിചാരിച്ചു. പക്ഷെ ഈ കുട്ടിയാണെങ്കിലോ എല്ലാ ജോലികളും ചെയ്യും, നന്നായിട്ട് അധ്വാനിക്കും. അതിനെന്താണോ ഭക്ഷണം കിട്ടിയത് അത് മുഴുവൻ കഴിക്കും. അപ്പൊ ഇതിനാണെങ്കിലോ ഇങ്ങനെ നല്ല ഭക്ഷണമൊന്നും അല്ല കൊടുക്കുക. ഇതിങ്ങനെ മിണ്ടാത്ത കുട്ടിയാണല്ലോ, ഊമയാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ വലിയ കേമന്മാരാണ്. അപ്പൊ ഇതിന് അവിടെ ഇന്നിപ്പോ കരിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവില്ലോ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞത് അതൊക്കെ കൊടുക്കും. ഈ പശുവിനെ കൊടുക്കുന്ന ആ വെള്ളം പോലത്തെ അങ്ങനത്തെയൊക്കെയാണ് ഇത് കഴിക്കുക. അത് എന്താണോ ലഭിച്ചത് അത് മിണ്ടാതെ അത് കഴിക്കും. നല്ല ആരോഗ്യമുള്ള ശരീരമൊക്കെ ആയിരുന്നു. അപ്പൊ എന്തും ജോലികളൊക്കെ ചെയ്യാനായിട്ട് അത്രയും മിടുക്കും ഉത്സാഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മിണ്ടില്ല കുട്ടി, അങ്ങനെയായിരുന്നു. അങ്ങനെ വളർന്നു വലുതായി. അങ്ങനെ ഒരിക്കൽ ഒരു വയല് കാക്കാനായിട്ട്, അതായത് അവിടെ മൃഗങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ്. അവിടുത്തെ വയലിന്റെ ആ വിളവൊക്കെ കഴിക്കുകയാണ്. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആരെങ്കിലും അവിടെ കാവൽ നിൽക്കണമല്ലോ. അപ്പൊ എല്ലാവർക്കും പേടിയാണ്. അപ്പൊ ഇതിനെ കാവൽ നിൽക്കാം, ഇത് മറുത്തൊന്നും പറയില്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഭരതനെ കാവൽ നിർത്തുകയാണ്. അതിന് ആനയും ഇതൊക്കെ വരണതൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നോക്കിയിരിക്കുള്ളൂ, അത് വന്നിട്ട് വേണ്ടതുപോലെ കഴിച്ചു പോകും. പക്ഷെ അങ്ങനെ കഴിച്ചു പോയെങ്കിൽ കൂടിയിട്ട് ധാരാളമായിട്ട് വിളവ് ഉണ്ടാകുക ചെയ്യുന്നത്. കാരണം ഭരതയോഗീശ്വരനാണ് അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് വിളവ് കൂടുതലാണ് ലഭിച്ചത്. അങ്ങനെ ഇരിക്കെ അതിനടുത്തുള്ള ഒരു വനപ്രദേശത്ത് അവിടെ ഒരു ബലി നടക്കുക, ഇതൊരു ഉത്സവം പോലെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ കൂടിയിട്ടുണ്ട്. അതായത് ഒരു ഭദ്രകാളി, ഒരു ക്ഷേത്രം പോലെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പൂജകള്, കർമ്മങ്ങള് അവിടെ വലിയ ആഘോഷമായിട്ട് നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് ആ ദേവിയെ പ്രസാദിപ്പിക്കാനായിട്ട് ഒരു ബലി നൽകണം. അതിന് വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടുവരണം. ബലിയാണ് നൽകേണ്ടത്.
അങ്ങനെ ഒരാളിനെയൊക്കെ തേടി പിടിച്ച് അവിടെയുള്ളവർ കൊണ്ടുവന്നു. അവിടെ ഒരു രാജാവിന് കുട്ടികളില്ലായിരുന്നു, അതിനുള്ളൊരു പൂജയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഭടന്മാരൊക്കെ എന്ത് ചെയ്തു, ഈ ഒരാളിനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹം ആ കൊണ്ടുവന്ന ആളുണ്ടല്ലോ, അത് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ ഇനി ഒരാളെ വേണ്ടേ, ഇനി ആരെങ്കിലും വേഗം തന്നെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ തന്നെ ബലി നൽകുന്നു രാജാവ് കൽപ്പിച്ചു. അപ്പോൾ ഇവരൊക്കെ പേടിച്ച് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ ഭരതയോഗീശ്വരൻ അവിടെ കാവലിൽ നിൽക്കണ കണ്ട് വേഗം തന്നെ അതിനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ട് ഇത് ഒന്നും പറയുന്നില്ലല്ലോ, ഒന്നും ഇടണില്ല, സമ്മതത്തോടു കൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ദേഹമൊക്കെ ആകെ ചളിയൊക്കെ പുരണ്ടിട്ട് അതങ്ങനെ വൃത്തിയിലൊന്നും അല്ല നടക്കുക. അങ്ങനെ നടന്നപ്പോൾ ഇതിനെ ആദ്യം വൃത്തിയാക്കണമല്ലോ. അങ്ങനെ ദേഹത്തെ അഴുക്കും ചെളിയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ പൂണൂലിൻ്റെ ഒരു ഭാഗമൊക്കെ കണ്ടു. അപ്പം നല്ല കുലത്തിലുള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്, ഐശ്വര്യമാണ് ബലി നൽകാനായിട്ട് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചുവന്ന ചെമ്പരത്തി പൂ മാലയൊക്കെ ഇട്ടിട്ട് ബലി നൽകാനായിട്ട് കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ ഈ വാളുകൊണ്ട് ബലി നൽകുമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭരതയോഗീശ്വരൻ ആ ദേവിയുടെ, അതായത് ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിനകത്ത് ദേവി ഉണ്ടല്ലോ, ഭദ്രകാളിയാണ്, ഒന്നങ്ങോട്ട് നോക്കി. ഈ ദേവി അവിടെ തന്നെ ഇല്ലേ എന്നുള്ള ഭാവത്തിലാണ് നോക്കിയത്. ആ ഒരൊറ്റ നോട്ടം കൊണ്ട് ദേവിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, പുറത്തേക്കണ്ട ചാടി വന്നു എന്നാണ് പറയുന്നത്. കാരണം തനിക്ക് ബലി നൽകാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത്രയും വലിയ ഒരു യോഗീശ്വരനെയാണ്. അവിടെ ഇരിക്കപ്പുറതി ഉണ്ടായില്ല, വേഗാണ്ട ചാടി വന്നു, സഖിമാരും എല്ലാവരും കൂടെ. അപ്പൊ ഈ കണ്ടു നിന്നവർക്കൊക്കെ അതിസന്തോഷം, കാരണം ബലി നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദേവി എത്തിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. ദേവി അവിടെ നിന്നിട്ട് നൃത്തം ചെയ്യാനൊക്കെ എടുത്തു തുടങ്ങിയത്. കാരണം ഭരതയോഗീശ്വരനാണ് ഇരിക്കുന്നത്, എങ്ങനെയെങ്കിലും സന്തോഷപ്പെടുത്തുകയൊക്കെ വേണം. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും ഇദ്ദേഹം മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. കാരണം അങ്ങനെയാണ്, ഒന്നും മിണ്ടാത്ത ഒരു രീതിയാണ്. അങ്ങനെ എന്തായി, കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ബലിയൊന്നും നൽകിയില്ല, എല്ലാവർക്കും സന്തോഷമൊക്കെ ആയി. അവിടുന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങുകയാണ്. കാട്ടിലൂടെ തന്നെയാണ് പോകുന്ന സമയത്ത് രഘുഗുണൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ്, അദ്ദേഹം കപില മഹർഷിയെ കാണാനായിട്ട് പോകുകയായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനാണെങ്കിലും ഇങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പം അറിയാമെന്ന് പറയുന്നത് വായിച്ചിട്ടുള്ള അറിവായിരുന്നു. പ്രാക്ടിക്കലി അദ്ദേഹത്തിന് ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ളതൊന്നുമില്ല. കുറേ വായിച്ചിട്ട് കുറേ കാര്യങ്ങൾ, തത്വങ്ങളൊക്കെ അദ്ദേഹം കണ്ടിട്ടും, അതായത് വായിച്ചറിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഉപദേശിച്ചു കൊടുക്കാനായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അദ്ദേഹം മഹർഷിയുടെ അടുത്തേക്ക് ഇങ്ങനെ പല്ലക്കിൽ പോകുന്ന സമയത്ത് ആണ് ഒരാൾക്ക് പെട്ടെന്ന് വയ്യാതെയായി. അപ്പം ഇനിയിപ്പോൾ ആരാ ഇതിന് മറ്റേ ഭാഗം പിടിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഭരതൻ അതുവഴി പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് നല്ല ആരോഗ്യമുള്ള ആളാണ്, അപ്പോൾ പിടിക്കുമെന്ന് പറഞ്ഞു. ഭരതൻ പിടിച്ചു. അങ്ങനെ ഈ പല്ലക്ക് രാജാവ് പറഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചങ്ങനെ പോകുമ്പോൾ ഈ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, ഇപ്പോൾ ഈ കുഞ്ഞു ജന്തുക്കളൊക്കെ, ഉറുമ്പുകളൊക്കെ വരില്ലേ, അതൊക്കെ വരുമ്പോൾ അതിനൊന്നും ചവിട്ടാതെ കാലങ്ങട് അങ്ങനെ കവച്ച് വെച്ച് നടക്കുമല്ലോ, ചെറുതായിട്ടൊന്ന് ചാടിയിട്ട്, അങ്ങനെ ചാടിയിട്ടൊക്കെ പോകുമ്പോൾ ഈ പല്ലക്ക് ഇളകും. അങ്ങനെ ഇളകിയിട്ട് രാജാവിൻ്റെ തല പല്ലക്കിലൊന്ന് മുട്ടി. അപ്പോഴാണ് ആരാണത് പിടിക്കണതെന്നുള്ള ചിന്ത രാജാവിന് വന്നത്. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരാൾക്ക് വയ്യാതായി, പകരക്കാരൻ വന്നിട്ടുണ്ട്, അദ്ദേഹമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായി. രാജാവ് നോക്കിയപ്പോൾ നല്ല തടിമിടുക്കൊക്കെ ഉള്ള ഒരാളാണ്. ഭക്ഷണമൊന്നും തീരെ കഴിക്കണില്ല എന്ന് തോന്നുന്നുല്ലോ, തീരെ ആരോഗ്യമില്ലല്ലോ ഇയാൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവ് ഒന്ന് കളിയാക്കി. പക്ഷെ ആ സമയത്ത് ഭരതൻ സംസാരിച്ചു. കുറേ തത്വങ്ങളൊക്കെ രാജാവിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആത്മാവ് ശരീരം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആത്മാവിനെ ശരീരത്തെ വേദനിപ്പിക്കുമ്പോൾ ആത്മാവിനെ വേദനിക്കില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇനിയും അത് പറയാത്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ രാജാവിന് മനസ്സിലായി ഇദ്ദേഹം നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായി. താൻ കപില മഹർഷി അന്വേഷിച്ചാണ് പോണത്, അദ്ദേഹം തന്നെയാണോ എന്നുള്ള ഒരു സംശയം തോന്നി. അപ്പോൾ രാജാവിന് ഇത് നേരിട്ട് പരിചയമൊന്നുമില്ലോ, വായിച്ചിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഇദ്ദേഹം സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം രാജാവ് ഇദ്ദേഹത്തെ വന്ന് നമസ്കരിച്ചു. അങ്ങനെ രാജാവിന് കുറേ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഭരതയോഗീശ്വരൻ. അതിന് രഘുഗുണ ഉപദേശം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ഈ 20ാമത്തെ ദശകത്തിലെ ഇത്രയും കാര്യങ്ങളാണ് പറയണത്. പ്രിയംവദ രാജാവിനെ കുറിച്ച് പറഞ്ഞു, ഋഷഭയോഗീശ്വരനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഭരതയോഗീശ്വരനെയും കുറിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരെയും സ്മരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഈ 20ാമത്തെ ദശകത്തിൽ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ, എല്ലാത്തിൻ്റെയും അവസാനം ഭഗവാനെ എൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് വട്ടിയൂർപ്പാട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഒരു ദശകം എഴുതാനായിട്ട് തുടങ്ങാം. ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം. പ്രിയവ്രതസ്യ പ്രിയപുത്രഭൂതാദാഗ്നിദ്രരാജാദുദിതോ ഹിനാഭിः ത്വാം ദൃഷ്ടവാനിഷ്ടദമിഷ്ടിമധ്യേ തവൈവ തുഷ്ട്यै കൃതയജ്ഞകർമ്മ അഭിഷ്ടുതസ്ത്രമുനീശ്വരൈ ത്വം
രാജ്ഞസ്വതുല്യം സുതമർഥ്യമാന സ്വയം ജനിഷ്യേഹമിതി ബ്രുവാണ തിരോദദാബർഹിഷി വിശ്വമൂർത്തേ നാഭിപ്രിയായാ മദമേരുദേവ്യാം ത്വമംശദോ ഭൂരിഷഭാഭിധാന അലോകസാമാന്യഗുണപ്രഭാവ പ്രഭാവിദാശേഷജനപ്രമോദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ത്വയി ത്രിലോകീ ഭൃതിരാജ്യഭാരം നിദായ നാഭിः സഹ മേരുദേവ്യാ തപോവനം പ്രാപ്യ ഭവൻ നിഷേവി ഗതകിലാനന്ദപദം പദം തേ ഇന്ദ്രസ്ത്വദുൽകർഷകൃതാദമർഷാത് ദ്വവർഷനാസ്മിന്ന ജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്യ ദദാതു വർഷം. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം മദോദ്വഹന്നാത്മരഥാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ചിദീശോ ഭരതോഗ്രജന്മാ. നവാ ഭവൻ യോഗിവരാനവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാത്വശീതിസ്തവ ശേഷപുത്രാ തപോബലാൽഭൂസുരഭൂയമീയു. ഉക്ത്വാ സുദേഭ്യോദമുനീന്ദ്രമധ്യേ വിരക്തിഭക്തിന്നിദമുക്തിമാർഗം സ്വയം ഗതപാരമഹംസ്യവൃത്തി മദാ ജഡോന്മത്തപിശാചചര്യാം. പരാത്മഭൂതോऽപി പരോപദേശം കുർവൻ ഭവാൻ സർവനിരസ്യമാന വികാരഹീനോ വിജചാര കൃത്സ്നാം മഹീമഹീനാത്മരസാഭിലീന. ശയുവ്രതം ഗോമൃഗഗാഗചര്യാ ചിരം ചരന്നാപ്യപരം സ്വരൂപം ദവാഹൃദാംഗകുടഗാചലേ ത്വം താപാൻ മമാപാ ഗുരുവാധനാഥ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.